700ഓളം വരുന്ന ഇടവക ജനങ്ങൾ ഒന്നിച്ചപ്പോൾ പിറവിയെടുത്തത് 2 ബൈബിൾ കൈയെഴുത്ത് പ്രതികൾ. മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള കാർമൽ ഇടവകയിലെ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 6 മാസമായി നടന്നുവരുന്ന ബിബ്ലിയ പ്രൊജക്റ്റിലാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ബൈബിൾ കൈയെഴുത്ത് പ്രതികൾ തയ്യാറാക്കിയത്. ഇംഗ്ലീഷിൽ 2700 പേജുകളും മലയാളത്തിൽ 2800 പേജുകളും അടങ്ങുന്ന ബൈബിളുകളാണ് ഈ വിശ്വാസി സമൂഹം എഴുതി തീർത്തത്. ആഘോഷമായ പ്രദക്ഷിണത്തോടെ ദേവാലയത്തിലെത്തിച്ച ബൈബിൾ കൈയെഴുത്ത് പ്രതികൾ ഇടവകക്കാരുടെ സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാക്ഷ്യമായി ദേവാലയത്തിൻ്റെ അൾത്താരയിൽ സ്ഥാപിച്ചു. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി തിരുവെഴുത്തുകളുമായുള്ള തങ്ങളുടെ ബന്ധവും അറിവും ഗണ്യമായി വർദ്ധിപ്പിച്ചതായി ഇടവകാംഗമായ ആൽമെറ്റ് ജോയ് പറഞ്ഞു. ചാപ്റ്ററുകൾ ക്രമീകരിക്കുക, പേപ്പർ രൂപകൽപ്പന ചെയ്യുക, പ്രൂഫ് റീഡ് ചെയ്യുക തുടങ്ങി വളരെയധികം ജോലികൾ ഉണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥനയോടെ എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും അവർ പറഞ്ഞു. എല്ലാ കുടുംബങ്ങളും അവരുടെ ദിനചര്യകൾക്കിടയിൽ ബൈബിൾ കൈയെഴുത്തിന് മുൻഗണന നൽകിയതോടെ ഈ പ്രൊജക്റ്റ് ഇടവകയ്ക്കുള്ളിൽ തരംഗമായി. യൂത്ത് ആനിമേറ്റർ ബ്രദർ നിഖിൽ തച്ചുപറമ്പിൽ, പ്രൊജക്ട് കോർഡിനേറ്റർ ബ്രദർ ജോയൽ കോലഞ്ചേരി എന്നിവരാണ് ബിബ്ലിയ പ്രൊജക്റ്റിന് നേതൃത്വം നൽകിയത്. CMI സഭയുടെ നേതൃത്വത്തിലുള്ള സീറോ മലബാർ ഇടവകയാണ് പൂനെയിലെ കാർമൽ ഇടവക. 1988 സ്ഥാപിതമായ ഈ ഇടവകയിൽ ഫാദർ ജെയിംസ് തയ്യിൽ ആണ് ഇപ്പോൾ വികാരിയായി സേവനം ചെയ്യുന്നത്.